ഇറങ്ങിയാൽ ഇവിടെ ഇറങ്ങിയാൽ പരമാത്മാവത പരമാത്മേ സ്വാഹ പരമാത്മേ അഗ്നിർദേവത അഗ്നേ സ്വാഹ വായുർദേവത വായുവേ സ്വസ്വാഹ സൂര്യോ ദേവത സൂര്യായ സ്വസ്വാഹ പ്രജാപതിർദേവത പ്രജാപതേ സ്വസ്വാഹ പ്രജാപതി മഹേശ്വരായ മായാദേവ പരിഗണന വജ്ര ഒന്ന് വാങ്ങുന്നു അത്ര സാധിക്കും ടെസ്റ്റ് ചെയ്ത് യജുർവേദം എന്ന് പറയും രണ്ട് രീതിയിൽ പൂജ എനിക്ക് രണ്ടും അറിയും യജുർവേദം അജു വെച്ച് വേണമെങ്കിൽ രണ്ടും ചെയ്യും നിങ്ങൾ വെച്ച് മാത്രമേ ചെയ്യൂ ശ്രാവയം ശ്രാവയം ശ്രീ നാലകക്ഷി കയറ്റിരുന്ന മൂന്ന് ദുർഗാദേവ യോഗയോ സംഭൂതേ ദയാ സിന്ധു നമസ്തേ പത്മാസനത്തെ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശ്വരമാത മഹാലക്ഷ്മി നമസ്തേ സേതാംബരതരേ ദേവി അനാലങ്കാരഭൂഷിതേ ജഗത്സിതേ ജഗന്മാത അധ്യായിനി നമസ്തേ ദുർഗായൈ നമഃ ദുർഗായൈ നമഃ ഓം അമ്മേ നമസ്തേ മണിഞ്ഞാട്ടു വംശേ ചെമ്മേ വിളങ്ങും വിളക്കേ തൊടുന്നേ പിന്മേ എതിർപ്പാതമടക്കി മേന്മേൽ നമ്മെ കടാക്ഷിക്കുക മൂലഭദ്രയും മഹേശ്വരി എൽപ്പോയിത മായാദേവി പരിവുണ്ട് നമുക്ക് ബ്രഹ്മമന്ത്രായ സൃഷ്ടി സത്യം എന്ന ശക്തി വരും സ്വാവേ 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 സുന്ദരിഭ്യോ
ഇഷ്ടം പോലെ നടത്തിയത് എന്താണെന്നറിയോ? വേതാളം എന്താണെന്ന് ജനത്തിന് അറിയില്ല. അതിനുവേണ്ടി തന്നെ ഞാൻ നടത്തി. വേതാളം എന്താണെന്ന് ജനം പഠിക്കണം, അതിനുവേണ്ടി തന്നെ നടത്തുന്നത്. അതായത് ഗുരുവായൂർ പോലുള്ള പ്രാചീന ക്ഷേത്രത്തിൽ മാത്രമേ കിട്ടും. ഏറ്റുമാനൂർ ഈ മേഖല ഒരമ്പലത്തിൽ കിട്ടും. കോൽത്താർന്ന് പറയും. ഇത് കണ്ണന്മാരുടെ പണിയും നടക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കുഴ കണ്ടിട്ട് വരണം. അതിൻ്റെ കൂട്ടം ഈ കൂട്ടുകൊണ്ടാണ് ഗുരുവായൂർ മേൽശാന്തി അവരുടെ ശാന്തിപ്പെടുത്തി പോകുന്നത്. എന്നാന്നറിയോ? അത്രയും വലിയ അമ്പലമല്ലേ. കൂട്ടിട്ട് പോയ ഞാൻ നേരിട്ട് മേൽശാന്തിയായിട്ട് ഗുരുവായൂർ മേൽശാന്തിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹമായിരുന്നു സ്വർണ്ണത്തിൻ്റെ ഒരു ഗോവിൽപ്പട്ടം വന്നു. നേരിട്ട് ഗുരുവായൂരപ്പനെ ശാന്തി ഞാൻ നേരിട്ട് മേൽശാന്തിയെ കണ്ട്. അപ്പോൾ ഒരു 9 മണി കഴിഞ്ഞാൽ ശാന്തി നടത്തി വരും. എന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങും. അപ്പോൾ ഓദിക്കാന്മാർക്കാണ് ആ സമയത്ത് പോയി. അത് കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് ഇവർ പോയാൽ മതി. ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കുളിച്ച് കഴിഞ്ഞിട്ട് ശാരീരകസേര ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും പറയാനുള്ള കുറച്ച് അവസരം. അപ്പം നമുക്ക് കണ്ടു പറയാം. ഞാൻ ഈ കോഴിക്കോട്ട് കൊടുക്കുക ഇങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല. മേൽശാന്തി വരിക, എന്തെങ്കിലും വഴിപാട് പട്ടെട്ടിക്കകത്ത് വരിക, വീട്ടിൽ പോവുക. ഞാൻ പറഞ്ഞു ഇത് നേരിട്ട് ഗുരുവായൂരപ്പനൊക്കെ തിരിച്ച് മേടിച്ച് പെട്ടിക്കകത്തിടാൻ കമ്പറ്റിക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് മേടിക്കുന്നില്ല. ഇത് ഗുരുവായൂരപ്പന് ഞാൻ കൊടുക്കുന്ന സാധനമാണ്. ഇത് ഗുരുവായൂരപ്പനൊക്കെ ആദ്യം തിരിച്ച് പെട്ടിക്കകത്ത് മേടിക്കുക. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം മേൽശാന്തിക്ക് വരണം. 7 മണിക്ക് ഗർഭിണിയായിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നെയ്യപ്പവും. അപ്പോൾ അവർക്ക് രസീത് എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈൻ നിൽക്കണം, നേരെ കയറിപ്പോ. പിന്നെ ചോറ് കൊടുക്കുന്ന പിള്ളേരുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്കെല്ലാം ചോറ് കൊടുക്കുന്ന രസീത് എടുക്കാം. ഫുള്ള് കയറിപ്പോ. 1000-ന് മുകളിൽ രസീതുള്ളവർക്ക് ആ ഗേറ്റ് തുറന്ന് കയറ്റി വിടും. അതായത് നെയ്വിളക്ക് പോലുള്ള സംഭവം ഉണ്ടോ, 1000-ന് മുകളിലോട്ടുള്ള തുറവ് അവരെ ആ കൊടിമരത്തിൻ്റെ വീട്ടിൽ തുറന്ന് കയറ്റി വിടും. അല്ലെങ്കിൽ ഇങ്ങനെ ലൈൻ സമയങ്ങൾ വർഷം ഒത്തിരി നേരം നിൽക്കുക. ഇപ്പോൾ ഇഷ്ടം പോലെ ഇവരെ വിളിക്കുന്നത് സംഭവം പെട്ടക്കുറ്റിയെന്ന് പറഞ്ഞപ്പോഴേ സംഭവം കൊടുക്കും. അങ്ങനെ അതിൻ്റെ പുള്ളിയായി പറഞ്ഞു നീളം ഉണ്ടായി വിളിച്ചതാണ്.
ശിവനെ മുരുകനെ ഇവർക്കൊക്കെ ഭസ്മം തൂകി വേണം ഉപയോഗിക്കുക. മഞ്ഞപ്പൊടി ഈ ഇതെല്ലാം അടങ്ങും നൽകി. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ ദേവിയുടെ സകല ശക്തികളുമാണ്. സരസ്വതിയുണ്ട്, ശങ്കരാചാര്യ നോക്കിയപ്പോൾ ലക്ഷ്മിയുണ്ട്. സകല ദേവി അടങ്ങുന്ന ദേവിയുടെ എച്ചോയാണ് കൊടുങ്ങല്ലൂർ. എച്ചോ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസ്. പുളിഞ്ചാമൃതമാണ് കാരണം. പുളിഞ്ചാമൃതം നേദ്യം പായസത്തിനകത്ത് ഒരു തൈര് ചേർക്കും, അതാണ് പുളിഞ്ചാമൃതം. പായസത്തിൽ തൈര് ചേർക്കും, അതാണ് പുളിഞ്ചാമൃതം. മഞ്ഞപ്പൊടിയും കൂടെ കൂട്ടി വെറ്റക്കറ കൂട്ടി ഉണ്ടാക്കിയ കുങ്കുമമാണ് ഒറിജിനൽ കുങ്കുമം. ഒറിജിനൽ ചന്ദ്ര കളവം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ഒറിജിനൽ കളവം അങ്ങനെ അരിക്കുന്നല്ല. കാശ്മീർ, അതായത് അരച്ച ചന്ദനത്തിൽ ശുദ്ധമായിട്ട് അരച്ച ചന്ദനത്തിൽ കാശ്മീർ കുങ്കുമപ്പൂവ്, പച്ചക്കർപ്പൂരം, പനിനീരും കൂടെ ചേറിയതാണ് ഒറിജിനൽ കളവ് എന്ന് പറയുന്നത്. ഗുരുവായൂരെ കളവ് ഇതാണ്. ഒരു ചെറിയ ഇളം മഞ്ഞ കളർ കിട്ടും, അതാണ് കളവ് ഒറിജിനൽ. അല്ലാണ്ട് ഈ ഉരുളക്കട്ടയല്ല, ഈ മാസോട് കഴിച്ച് വരുന്ന അതൊന്നുമല്ല. ഡൽഹിയിൽ നിന്ന് വന്നൊരു നേഴ്സ് പാക്കാനും തൊടാൻ വന്നു. ഡൽഹി താമസിക്കുന്ന കളവക്കട്ട കഴിച്ച് പവരി കഴിച്ചു. ഞങ്ങളുടെ ഡൽഹിയിലൊന്നും ഇതൊന്നും എടുക്കുകയെന്ന് പറഞ്ഞു. ഒറിജിനൽ ചന്ദനം കൊടുക്കണം പറഞ്ഞു ആൾക്കാർക്ക് പറയാൻ. അതായത് പ്രസാദം എന്ന് പറഞ്ഞാൽ ദേവന് ചാർത്തിയതാണ് പ്രസാദം. അഭിഷേകം ചെയ്ത നീരാണ് നമ്മൾ തീർത്ഥമായിട്ട് കൊടുക്കും. പുണ്യാഹം വേറെ, അത് ശുദ്ധിക്ക് വേണ്ടി എടുക്കണം. ഓം കാളിൻ വേഗ സമപ്രഭാതൃതേനാം വേദാളകണ്ഠ തലേദിവസം രാമച്ചൻ വെള്ളം എടുത്ത് ആ രാമച്ചത്തിൽ മുക്കിയാണ് ചന്ദനം അരയ്ക്കേണ്ടത്. ചന്ദനത്തിന്റെ ഗുണം എന്നാണെന്നറിയോ? 4 സുഗന്ധവും ശീതളത്വവും കോമളത്വം ഉള്ളതാണ് ചന്ദനം. അതാണ് ചന്ദനം. അഹങ്കാര ചിത്തമ്മേ ജ്യോതിഷം ശബ്ദ സ്പർശ രൂപ രസഗന്ധമേ സുഗന്ധം ജ്യോതിഷം പ്രജാത്മൻപ്രിയാസംസാഹ ഭദ്രകാളിയൈ നമഃ ദേവിയൈ നമഃ ഓം അമ്മേ നമസ്തേ മണിഞ്ഞാട്ടു വംശേ ചെമ്മേകളങ്ങും വിളക്കേ തൊടുന്നേ ഇന്നേനിക്കും പാദമടക്കി മേന്മേൻ നമ്മെ കടാക്ഷിക്കുക മൂലവത്തിലെ ഓം അമ്മേ നമസ്തേ മണിഞ്ഞാട്ടു വംശേ ചെമ്മേ വിളങ്ങും വിളക്കേ തൊടുന്നേ ഇന്നേനി പാദമടക്കി മേന്മേൻ നമ്മെ കടാക്ഷിക്കുക മൂലവത്തിലെ ഭദ്രകാളിയൈ നമഃ രുദ്രസൂലായ മഹേ മഹത്തായ മഹേ നോ കാളി പ്രചോദയാൻ
ശിവേലിയുടെ കൂടെ വലുതും ദേവിയുടെ സതിയെ പുഷ്പാഞ്ജലി ശ്രീ മൂലഭദ്രക്ഷേത്രം ഇരിക്കുമ്പോൾ സജീവ് ശർമ്മ മൂലകുടുംബ ദേവാലയത്തോടുള്ള കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പൂർവ്വമായിട്ടുള്ള റൗളാചാര രീതിയിലുള്ള കൂട്ടിക്ക പഞ്ചായത്തിൽ ചാത്തമ്പരാപ്പള്ളി കരയിൽ ഈ ആരാധിച്ചിരുന്ന ഈ ഭദ്രകാളി കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധപ്പെട്ട് പൂർവികർ ആരാധിച്ചിരുന്നതും അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ഇതിൻ്റെ ആരാധനകൾ നടന്നിരുന്നത്. അവിടെ നിന്നെല്ലാം നശീകരണപ്പെട്ട് ഈ മുരിക്കുംവേൽ എന്ന കരയിലേക്ക് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമായ ശ്രീ മൂലഭദ്ര ക്ഷേത്രം ഇരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ട് 22 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഭദ്രകാളിയായിട്ട് പ്രധാന ദേവത യോഗീശ്വരൻ, ഗണപതി, സർപ്പങ്ങളെ, മറുത, വേ എന്നീ മൂർത്തികൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിൽ ചില സമയത്ത് മണിയടിയുടെ ശബ്ദം കേൾക്കാം. ഈ വീട്ടിൽപ്പെട്ടവരല്ല, വെളിയിലുള്ളവരും കേൾക്കുന്നുണ്ട്. ഏകദേശം ഒരു മാസത്തോളം അടുപ്പിച്ചൊരു 6 മണിയുടെ സമയത്ത് ഈ മണിയുടെ ശബ്ദം കേൾക്കായിരുന്നു. ഭദ്രകാളി കൊടുങ്ങല്ലൂർ രീതിയിലുള്ള പ്രതിഷ്ഠയാണ്. കാളിൻ മേഘം എന്നുള്ള ധ്യാനത്തോടു കൂടിയാണ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൻ്റെ ഞങ്ങളുടെ കുലദേവത ധ്യാനമായിട്ടുള്ള അമ്മേ നമസ്തേ മണിങ്ങാട്ടു വംശേ ചെമ്മേ വിളങ്ങും വിളക്കേ തൊഴുന്നേ ഇന്നേനി തൃപ്പാദമടക്കി മേന്മേൻ നമ്മെ കടാക്ഷിക്കുക മൂലഭദ്രേ. ഇത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടും ഈ മണിങ്ങാട്ടെന്നുള്ള ഞങ്ങളുടെ കുടുംബ പേരാകുന്നു. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വേതാളത്തിൻ്റെ പ്രതിഷ്ഠ കോട്ടയം ജില്ലയിൽ ആകെയുള്ളതും മറ്റ് ഇടുക്കി പോലുള്ള ജില്ലകളിൽ ഇങ്ങനെയുള്ള വേതാളത്തിൻ്റെ വാഹന പ്രതിഷ്ഠയുണ്ട്. പക്ഷേ കോട്ടയം ജില്ലയിൽ വേതാളത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ഏക ക്ഷേത്രമാണ് ഈ ഞങ്ങളുടെ മണിങ്ങാട്ട് ഇല്ലം മൂലഭദ്ര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ കൂട്ട് കോൽത്താഴ് രീതിയിലുള്ള കൂട്ടാണ്. അതായത് പ്രാചീന രീതിയിലുള്ള അമ്പലങ്ങളിൽ മാത്രം കാണപ്പെടുന്നൊരു കൂട്ടാണ് ഈ കോൽത്താഴ്.
നമോസ്തു സർപ്പത്വേ േ അന്തരീക്ഷേ ദൃക്ഷ്യം സർപ്പത്യോ നമ ോരോജനേ ദിവോ യേശാമസ്തു സുഗന്ധഭ്യോം സർപ്പഭ്യോ നമ ആയുഷവോ യാതുദാനായേവാവനസ്പതീരൻ ഏവാവടേശ്വരഭ്യം സർപ്പഭ്യോ നമ അന്തരീക്ഷേ ഏഭ്യം സർപ്പഭ്യോ നമ യഥോരോജനേ ദിവോ യവാസൂര്യസ്വരശ്മീഷു ഓം പത്മായ നമ മഹാപത്മായ നമ ഓം ശംഖുപാലകായ നമ ഓം ഗുളികായ നമ ആദ്യ സമ്പൂർണ്ണം ഗണപതി അന്ത്യസ്മൃതിമാരുതി ഏതൊരു കാര്യത്തിൻ്റെ തുടക്കത്തിന് ഗണപതിയും അന്ത്യത്തിങ്കൽ ഹനുമാനെ സ്മരിക്കേണ്ടതാകുന്നു. ക്ഷേത്രം എന്ന് പറഞ്ഞാലുണ്ട് പ്രപഞ്ചമെന്നും എണ്ണ പോലെ നിറഞ്ഞു നിൽക്കുന്നതും അനന്താദി കോടി സൂര്യാദി ജ്യോതിർഗോളങ്ങളെ നിയന്ത്രിക്കുന്നു കടൂരവും അഭവുമായ പരമാത്മാവ് ചൈതന്യ സ്രോതസ്സിനെ അണകെട്ടി നിർത്തി സാധാരണക്കാരൻ്റെ ആധ്യാത്മികവും ഭൗതികവും വ്യക്തിനിഷ്ഠപരമായ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ ആവിഷ്കരിച്ചൊരു ആവിഷ്കാരത്തെ ക്ഷേത്രങ്ങൾ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണസ്യ മുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാധായ പൂർണ്ണമേവാവശിഷ്യതേ. ഒന്നും പൂർണ്ണമല്ല, പൂർണ്ണമെല്ലാം ആകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഉത്തിട്ട പുരുഷ അരവിങ്കൽ ലോകിതാഷ്ട്ര നൃതാന്യ രക്തസമൃത്തിനെ ദേഹിതാ ദോഹയ സ്വാഹ. എന്തൊക്കെ നമുക്ക് തരാൻ പറ്റുമോ അത് ദേവനോട് തരാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടെങ്കിലും അത് തരിക. തരാൻ പറ്റിയാലാത്ത മറ്റ് ദേവന്മാരെ കൊണ്ട് സാധിപ്പിക്കുക എന്നാണ് ഉത്തിട്ട പുരുഷ അരവിങ്കൽ ലോകിതാഷ്ട്ര ധനധാന്യ രക്തസമൃത്തിനെ ദേഹിതാ ദോഹയ സ്വാഹ എന്ന മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. മൃഗങ്ങളെയൊക്കെ കൊണ്ടുള്ളവരൊക്കെ മാന്ത്രികങ്ങൾ മൃഗങ്ങളെ വരുത്തുന്ന സാധനമാണ് പേയെന്ന് പറയും. നായാട്ട് പേയെന്ന് പറയും. ഇത് ആനമൃഗം, ആനയുടെ കൂട്ടി നമുക്ക് എടുത്തു പറയാൻ ചക്കുളത്തുകാവിൽ പറയും. പീഠപ്രതിഷ്ഠ മാത്രം നമ്മൾ കണ്ടിരിക്കുന്ന അമ്പലത്തിൽ ഞാൻ അവിടെ വരും. ആനമൃഗയുടെ പീഠപ്രതിഷ്ഠ അല്ലാതെ ഞാൻ വേറെ മൃഗയ്ക്ക് മറ്റേ തിരളിയാടെയാണ് കൊടുക്കുന്നത്. പേയ്ക്ക് വെടി പറയും. വളരെ അപൂർവമായിട്ട് പറയാം. പണ്ട് കാരണന്മാരുടെ കാലത്ത് ഇത് കാത്തല്ലാപ്പള്ളിയില്ല, അവിടെ ആയിരുന്നു ഞങ്ങളുടെ കാരണന്മാർ. അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഉള്ളതെല്ലാം വിട്ടുതല്ലി കളഞ്ഞ് അവിടെ ബാക്കിയത് ഇപ്പോൾ അതിൻ്റെ വീട്ടിലുള്ള ആരാധനയില്ല. വിട്ടുതല്ലി കളഞ്ഞപ്പോഴത്തേക്ക് പല പല കുഴപ്പങ്ങളായിട്ട് നമ്മൾ ഇങ്ങോട്ട് പണിക്ക് അവിടെ പുകവലില്ല. ഒരു മരത്തിൻ്റെ ലോളാചാരം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടുതൽ വെച്ചിട്ടുണ്ട്. ഒത്തിരികാളിക്ക് പൂവൻ കോഴി മറുപടിക്ക് കിടക്കും. രണ്ട് പണ്ണെ കൊണ്ടു അങ്ങനെ സമ്പ്രദായത്തിൽ. ഓം അമ്മേ നമസ്തേ മണിഞ്ഞാട്ടു വംശേ ചെമ്മേ വിളങ്ങും വിളക്കേ തൊടുന്നേ ഇൻമേനി തൃപ്പാദമടക്കി മേന്മേൻ നമ്മെ കടാക്ഷിക്കുക മൂലം. ഓം മഹാദേവിയൈ നമ. ഓം സർവ ഈശ്വരിയൈ നമ. ഓം കാളിന്മേഘ സമപ്രഭാം. കാളിന്മേഘ സമപ്രഭ എന്ന് പറഞ്ഞാൽ മേഘത്തിൻ്റെ നിറമുള്ള ദേവി. വേതാളകണ്ഠ സ്ഥിത, വേതാളത്തിൻ്റെ പുറത്തിരിക്കുന്ന ദേവി. ഗഡ്ഗം വാള്, ഗഡ്ഗം കേട വാള് പരിശ കപാലം ദാരികചരിത എന്നിവയുള്ളത്. ഗഡ്ഗം കേട കപാല ദാരികചര കൃത്വാകേഷ് ഭൂതപ്രേത വിശാസി മാതൃസഹിതം മുണ്ടത്രചാല. ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാസിംഗ, മാതൃക്കൾ എന്നിവ ആഭരണമായിട്ട് ധരിച്ചുകൊള്ളും. ഭൂതപ്രേത വിശാസി മാതൃസഹിതം മുണ്ടത്രചാലം കൃത വന്ദേ ദുഷ്ടമസൂരിയാം. അതായത് വളരെ ചീത്തയായ വസൂരി എന്ന ആപത്തിനെ ഇല്ലെന്നാക്കുന്നവൾ എന്നാണ് ഈ ശ്ലോകം കൊണ്ട് വ്യക്തമാക്കുന്നത്. ഭദ്രകാളിയുടെ ഒരു കാല് മടക്കി ഒരു കാല് താഴോട്ടിട്ടിട്ട് ഒരു കാലും മടക്കി കുത്തിയിരിക്കുന്ന രീതിയിലുള്ള ഈ പ്രതിഷ്ഠ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭദ്രകാളിയുടെ മൂലസ്ഥാനമായ കൊടുങ്ങല്ലൂര് മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിന് കൊടുങ്ങല്ലൂരുമായിട്ടുള്ള ബന്ധം ഉള്ള ക്ഷേത്രമാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കെട്ടുമുറുക്കി പോകുന്ന ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും കെട്ടിനകത്ത് നിറയ്ക്കുന്ന പറഞ്ഞാൽ നെല്ല്, മഞ്ഞള്, മൂന്ന് കവർ മഞ്ഞൾപ്പൊടി, കുങ്കുമം, നാളികേരം, ത്രിമധുരം എന്നിവയൊക്കെയാണ് കെട്ട് മുറുക്കി പോകുന്നത്.
കുടുംബമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള യോഗീശ്വരൻ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ഈ യോഗീശ്വരൻ. ആ പരമ്പര ഇങ്ങനെ ഈ ഭദ്രകാളിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാതെ വരികയും അതുകൊണ്ട് പല പല ദോഷങ്ങൾ സംഭവിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഈ ചാത്തമ്പ്രാപ്പള്ളി എന്ന കരയിൽ നിന്നും ഞങ്ങളുടെ പൂർവികരാൽ വന്നിരിക്കുന്ന എൻ്റെ മുത്തച്ഛന്മാരൊക്കെ ഇവിടെ വന്ന് താമസിക്കുകയും അതിൽ നിന്നുള്ള ഞങ്ങളുടെ പരമ്പരയിൽ നിന്നുള്ള ഞാൻ പൂജ പഠിക്കുകയും അതിൽ നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തി 1921 ഇതിനെ ഈ ക്ഷേത്രം ഒരു ക്ഷേത്രമാക്കി മാറ്റി.